ഫൈനലി ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന പടം ഇപ്പം കണ്ടു വന്നുള്ളൂ. എന്ത് തോന്നിയെന്ന് പറയാം. സിനിമ കണ്ട് എനിക്കെന്ത് തോന്നി, എൻ്റെ അഭിപ്രായം. ഫസ്റ്റ് കേസ്, ഇപ്പോൾ ഓണത്തിന് 2 പടങ്ങൾ ഇറങ്ങി. ഒന്ന് ഖലീഫ, ഇന്നലെ ഞാൻ പോയി കണ്ടു ഫസ്റ്റ് ഷോ. ഇപ്പോൾ ബെത്ലഹേം. ഓണം ആര് തൂക്കിയെന്ന് ചോദിച്ചാൽ ബെത്ലഹേം കുടുംബ യൂണിറ്റ് കൊണ്ടുപോയി. നല്ല സിനിമ, വളരെ വളരെ നല്ല സിനിമ. ഒരു ഫീൽ ഗുഡ് പടം. ഫീൽ ഗുഡായ ഫസ്റ്റ് ഹാഫ്, ഫീൽ ഗുഡായ സെക്കൻഡ് ഹാഫ്. ഈ ഇൻ്റർവെല്ലായി നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, പടം കഴിഞ്ഞിറങ്ങിയപ്പോഴും സാറ്റിസ്ഫാക്ഷൻ. ഈ ഡയറക്ടർ ഉണ്ടല്ലോ, ഗിരീഷ് ഏടി, സംവിധാനം ചെയ്തേക്കുന്ന അദ്ദേഹം. 2 മണിക്കൂർ 40 മിനിറ്റോളം ഉണ്ട് പടം. എനിക്ക് ഗിരീഷ് ഏടിയുടെ ആദ്യത്തെ 2 പടങ്ങൾ ഇഷ്ടമല്ല. പേഴ്സണലി എനിക്ക് തണ്ണീർമത്തൻ ദിനങ്ങൾ എനിക്ക് വെറുപ്പാണ് ആ പടം. ബട്ട് അത് ഹിറ്റാണ്. അതൊക്കെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഉണ്ടാവാം, ഓക്കെ വാട്ട് എവർ. എനിക്കിഷ്ടമല്ല പടം. തണ്ണീർമത്തൻ, സൂപ്പർ ശരണ്യയും ഭയങ്കര വെറുപ്പായിരുന്നു. അയാം കാതലിന് ഞാൻ കണ്ടിട്ടില്ല. പ്രേമലു, എനിക്ക് ഗിരീഷ് ഏടിയുടെ ഇഷ്ടപ്പെട്ടൊരു വർക്ക് ഇതുവരെ പ്രേമലുമാണ്. ഞാൻ പ്രേമലുവിന് ശേഷം ഇപ്പോൾ ഈ പടം കാണുന്നത്. കാതലൻ ഞാൻ കണ്ടിട്ടില്ല. സ്റ്റിൽ ഞാൻ ആ പടം കണ്ടിട്ടില്ല, കാണാൻ തോന്നിയിട്ടില്ല. ആദ്യത്തെ 2 പടങ്ങൾ എനിക്ക് പേഴ്സണലി വർക്കാവാത്ത പടങ്ങളാണ്. തണ്ണീർമത്തനും സൂപ്പർ ശരണ്യയും എനിക്കൊന്നും തോന്നിയിട്ടില്ല പടം കണ്ടിട്ട്. ബട്ട് അത് പോപ്പുലർ ആയിരുന്നു ആ ടൈമിൽ, ട്രെൻഡിങ് ആയിരുന്നു ഈ 2 പടങ്ങൾ. ഇനി ഈ പടം ബെത്ലഹേം കുടുംബ യൂണിറ്റ്, നിവിൻ പോളി, മമിത ബൈജു, സുരേഷ് കൃഷ്ണ, ശ്യാം മോഹൻ, വിനയ് ഫോർട്ട്, ബിന്ദു പണിക്കറുണ്ട്. ആരെയും മിസ് ചെയ്താൽ പിന്നീട് കാസ്റ്റുകൾ അത്യാവശ്യമുണ്ട്, താരനിരകളുണ്ട്. ബിന്ദു പണിക്കറൊക്കെ ചെറിയ സീനായിട്ട് വരുന്നത്. സംഗീത് പ്രദീപ് സംഗീത് എപ്പോഴും 2 പേരും തെറ്റും. ഒരു സന്ദീപ് ഉണ്ടല്ലേ, ഏത് പടക്കളം സന്ദീപ്, ഇടയ്ക്ക് സംഗീത്. ഓക്കെ, മനസ്സിലായല്ലോ ആരാന്ന്. ഓക്കെ, സോ നല്ലൊരു ഫീൽ ഗുഡ് പടം നിവിൻ പോളിയുടെ വക. നിവിൻ പോളിയുടെ കേസ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കംബാക്ക് എന്ന് ഞാൻ തീർച്ചയായും ട്രോൾ വരും. ട്രോൾ മീൻസ് സപ്പോർട്ട് ചെയ്തൊരു മീം വരും, നിവിൻ പോളിയുടെ തിരിച്ചു വരവെന്ന് പറഞ്ഞു. ബട്ട് അടുത്ത പടം ആകുമ്പോൾ ഒരു ഗോ ബാക്ക് ആവും. അതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിവിൻ പോളി ഇപ്പോൾ സർവമായ കംബാക്ക് അടിച്ച്, പിന്നെ ഒരു പടം വന്ന് ഏത് ഗോ ബാക്ക് ആയിരുന്നു പടം. അല്ലെങ്കിൽ അതിനു മുമ്പ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ ആ പട്ടികളെ എന്നും പറഞ്ഞ ട്രെൻഡിങ് ആയിരുന്നു. നിവിൻ പോളിയുടെ കംബാക്കാണ് ഞാനും വിചാരിച്ചു, ഓക്കെ. ബട്ട് ദെൻ വന്നൊരു പടം വന്നു, അതൊരു വർക്കാവാത്തൊരു പടം അങ്ങനെയായി മാറി. ദിലീപും ഈ പാറ്റേണാണ് പോകുന്നത്. ഒരു കംബാക്ക് അടിക്കും, പിന്നെ പോയി, പിന്നെ അടുത്ത കംബാക്ക്. എത്ര കംബാക്കാണ് ദിലീപ് നിവിൻ പോളി അടിക്കുന്നത്. ബട്ട് വാട്ട് എവർ ഈ സിനിമ എങ്ങനെയുണ്ടോ, നിവിൻ പോളി നല്ലോണം ചെയ്തിട്ടുണ്ട്. ആ ഒരു നിവിൻ പോളിയുടെ കുറച്ച് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു റിയാക്ഷൻസും പരിപാടികളും രസം അത് കണ്ടിരിക്കാൻ. പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ് നിവിൻ പോളിയുടെ ആക്ടിങ് എനിക്ക്. പിന്നെ ഞാൻ എപ്പോഴും കാണാൻ കിട്ടുന്ന നടനല്ലേ ഇപ്പോൾ നിവിൻ പോളി. ആ ടൈമിൽ എന്തായിരുന്നു, കണ്ടിന്യൂസ് പടങ്ങളായിരുന്നു. കണ്ടിന്യൂസ് വരുന്ന പടങ്ങൾ ഹിറ്റാണ്. വടക്കൻ സെൽഫി, പ്രേമം, കണ്ടിന്യൂസ്, ഹോം ശാന്തി ഓശാന, ഇതെല്ലാപ്പോഴാണ് വരുന്നത്. ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ നല്ല സിനിമ കിട്ടണമെന്ന്. സർവ്വമായൊക്കെ ഞാൻ കോയമ്പത്തൂരെ പോയി കാണുന്നു. അത് അവതാർ കാണാൻ പോയപ്പോൾ ആ വഴി കണ്ട കേട്ടോ, 25-ാം തീയതി സർവ്വമായ. അല്ലാണ്ട് സർവ്വമായ കാണാൻ വേണ്ടി കോയമ്പത്തൂർ പോയതല്ല. നല്ല സിനിമയായിരുന്നു. അതുപോലെ സർവ്വമായേക്കാളും എനിക്കെന്തോ കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ പടമാണ്. ആ പടത്തിൽ അതുപോലെ ഹെൽത്തി ജോക്സ്, ഈ ബോഡി ഷേമിങ്ങോ ആ വക ടൈപ്പ് അല്ലാത്ത കോമഡികൾ ഉണ്ടാവുമല്ലോ, നല്ല തമാശകൾ ഉണ്ടാവുമല്ലോ, നല്ല വിറ്റുകൾ ഉണ്ടാവുമല്ലോ. അതുപോലെ ഈ പടത്തിലെ കഥാപാത്രങ്ങൾ തമ്മിൽ വിറ്റുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷനായിട്ട് കൊടുക്കുന്ന നല്ല തമാശകളുണ്ട്. ഒരു ഫാമിലി എൻ്റർടൈനർ ഈ പടം. മമിത ബൈജു, ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ 2 പടം ഒന്ന് സൂര്യയായിട്ട്, അതിനു മുമ്പ് വിജയായിട്ട്, ജനനായകൻ ഞാൻ കണ്ടില്ല, സൂര്യയായിട്ട് അഭിനയിച്ച ഈ പടം ഏതായിരുന്നു, വിശ്വനാഥൻ സൺസ്. മമിതയുടെ ആ പടത്തിലും ഈ പടത്തിലും ഒരു കോമൺ ഫാക്ടർ പറയാം, തന്നെക്കാളും പ്രായം കൂടിയ ക്യാരക്ടറോടായിരിക്കും ഇഷ്ടം. അതായത് അതിൽ സൂര്യ, ഇതിൽ നിവിൻ പോളി. ഒരു 10-20 വയസ്സ് കൂടുതൽ ഉള്ള നടന്മാരോടാണ് മീൻസ് ക്യാരക്ടറിൻ്റെ ഇൻറ്റൻഷൻ, അവരോടായിരിക്കും ഇഷ്ടം, അതായത് ലവ്. പക്ഷെ രണ്ട് ക്യാരക്ടറായി. അപ്പോൾ വിശ്വനാഥൻ സൺസിൽ ആളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻജോയ് ചെയ്ത് ജീവിക്കുക, റിച്ച് ലൈഫ്, എക്സ്ട്രോവേർട്ടായിട്ടുള്ളൊരു ക്യാരക്ടർ. ആൾക്ക് തന്നെക്കാളും പ്രായം കൂടിയ 10-20 വയസ്സ് പ്രായമുള്ള ഒരാളോട് ഇൻറ്റൻഷൻ ഇതാണ്. സെയിം ഈ ക്യാരക്ടർ ഇവിടെ എന്ന് പറയുമ്പോൾ മമിത ബൈജുയുടെ ആഷ്ലി എന്ന് പറയുന്ന കഥാപാത്രം. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻഷൻ സെയിം തന്നെ, തന്നെക്കാളും പ്രായം കൂടിയ ഒരാളോടാണ് താല്പര്യം, ഇഷ്ടം, പ്രണയം. അങ്ങനെയാണ് ഈ പടം പോകുന്നത്. ആ പടമായാലും ഈ പടമായാലും മുന്നോട്ട് പോകുന്നത് അങ്ങനെ. വിശ്വനാഥൻ സൺസും പറയുന്ന ഈ പടം ഏതായിരുന്നു ഇപ്പം കണ്ടത്, ഇപ്പോൾ മറന്നുപോയി, അങ്ങനെ ബെത്ലഹേം. ബട്ട് ക്യാരക്ടറിൻ്റെ 2 മീറ്ററാണ്. അതിൽ ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രോവേർട്ട് ക്യാരക്ടർ. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമിത ചെയ്യുന്നൊരു ഇൻട്രോവേർട്ടായിട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് വളരെ രസമായിട്ടാണ് ചെയ്യുന്നത് മമിത ബൈജു.
ദെൻ ഈ പടത്തിൻ്റെ എനിക്ക് പേഴ്സണലി ഷോ സ്റ്റീലറായിട്ട് തോന്നിയത് സുരേഷ് കൃഷ്ണ. എനിക്ക് പേഴ്സണലി തോന്നിയതാ. ഇവിടെ സന്ദീപ് പ്രതാപ്, ഇവിടെ സൃന്ദയൊക്കെ ഉണ്ട്. നിവിൻ പോളി ഉണ്ടായിട്ട് കൂടി എനിക്ക് ഷോ സ്റ്റീലറായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള സുരേഷ് കൃഷ്ണയുടെ വരുന്ന കൗണ്ടേഴ്സും കോമഡി വിറ്റുകളാണ്. പിന്നെ ആക്ച്വലി ഈ മൂവിയിൽ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, നിവിൻ പോളി, സുരേഷ് കൃഷ്ണ, പിന്നെ ഒരാളും കൂടി ഉണ്ട്. അങ്ങനെ ഞാൻ വേറെ പടങ്ങളിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പേരറിയില്ല, അതുകൊണ്ടാണ്. ഇവരുടെ കോമ്പിനേഷൻ സീൻസ് എപ്പോൾ ഉണ്ടോ ഇതേലും നല്ല വിറ്റുകൾ വരാണ്ടിരിക്കില്ല. എനിക്ക് പേഴ്സണലി ഷോ സ്റ്റീലറായിട്ട് തോന്നിയത് സുരേഷ് കൃഷ്ണയാണ്. ആൻഡ് വിഷ്ണു വിജയ്, എനിക്ക് ഫേവറേറ്റ് എൻ്റെ മ്യൂസിക് കമ്പോസറാണ് വിഷ്ണു വിജയ്. ഞാൻ ഇന്നലെ കൂടി ഖലീഫ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളൂ, അത് ജെക്സ് ബിജോയാണ് മ്യൂസിക് ചെയ്യുന്നത്. പക്ഷേ വിഷ്ണു വിജയ് സ്ഥിരം പിടിക്കുന്നൊരു സാധനമുണ്ട്, ഒരു ഭയങ്കര കാച്ചി ട്രാക്കുകളാണ് വിഷ്ണു വിജയ്, ഭയങ്കര ഹാർഡ് സോളിഡ് ട്രാക്കുകളാണ് വിഷ്ണു വിജയ് കൊടുക്കുന്ന. തല്ലുമാല എൻ്റെ സ്കോർ നോക്കുക, അല്ലെങ്കിൽ സോങ്സ് നോക്ക്. സുലേഖ മനസ്സിലെ സ്കോർ നോക്ക്, വിഷ്ണു വിജയ്. പ്രേമലു, വിഷ്ണു വിജയുടെ മ്യൂസിക്കാണ് പ്രേമലു. അതും ഗിരീഷേടി പടമാണോ ഇപ്പോൾ അതെ ഈ പടം. പക്ഷെ ഈ പടത്തിൽ അങ്ങനെ ഹെവി സോളിഡ് കാച്ചി ട്രാക്കുകളല്ല, പക്ഷെ പിന്നെയും പിന്നെ കേൾക്കാൻ തോന്നുന്ന ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ട്രാക്കുകളുണ്ടല്ലോ. കാരണം പടം അങ്ങനെയാണ്, പടത്തിന് മീറ്റർ അങ്ങനെയാണ് പോകുന്നത്. സോ മ്യൂസിക്കും വളരെ വളരെ ലൈറ്റായിട്ടുള്ള വളരെ ഫീലിംഗ് ഏറിയ മ്യൂസിക്കാണ് വിഷ്ണു വിജയ് ചെയ്തേക്കുന്നത്. ആൻഡ് വേറെ ഏതൊക്കെയാണ് പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ? പിന്നെ ഞാൻ കാണുന്ന PVR ലുലുവിലാണ്. ലുലു ഉറക്കൊളിച്ച് കണ്ടത് എന്തായാലും മോശമായില്ലേ. ഇന്നലത്തെ പടം ഖലീഫ ആയാലും ഇന്നത്തെ പടം ഇതായാലും. അപ്പോൾ ഫാമിലി ആയിട്ട് കാണാൻ പോകണേ ഓക്കെ. ഇപ്പോൾ ഫ്രൈഡേ ആണ്, ഇനി നാളെ സാറ്റർഡേ സൺഡേ വീക്കെൻഡായി. ഓണം ടൈമിൽ കാണാൻ പറ്റിയൊരു പടം, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു പടം അല്ല. നിങ്ങളുടെ ചോയ്സ്. ഫ്രണ്ട്സായിട്ട് കാണണേ കാണാൻ തനിച്ച്. ഞാൻ തനിച്ചാണ് കാണുന്നത്. എനിക്ക് ഫസ്റ്റ് ഡേ കാണണമെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സ് അങ്ങനെ ഒരുമിച്ച് കിട്ടില്ല. സോ ഖലീഫ എന്നൊരു പടമാണെങ്കിൽ ഫ്രണ്ട്സായിട്ട് നല്ലൊരു ക്രൗഡ് പാക്ഡ് ഉള്ളൊരു തിയേറ്ററിൽ പോയി കാണാൻ സെറ്റായി. ഫാമിലിയായിട്ട് ഖലീഫ ആണെങ്കിൽ കാണാം, നിങ്ങളുടെ ചോയ്സ്. പക്ഷേ ഈ പടമാണ് കൂടുതലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഫാമിലി ആയിട്ട് ചെന്ന് കാണാം. ഒരു നൈറ്റ് ഷോ ആ, അല്ലെങ്കിൽ ഈവനിങ് ഷോ ആ, വീക്കെൻഡും ഒരു രസമാണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് കാണാം, നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ബട്ട് രണ്ട് പടവും എനിക്ക് ഓണം തൂക്കി എന്ന് തോന്നിയത്, അല്ലെങ്കിൽ ഓണത്തിൽ നല്ലൊരു സിനിമ ടോട്ടലി ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് ഈ പടമാണ്, ബദൽഹേം കുടുംബ യൂണിറ്റ്. വളരെ നല്ലൊരു സിനിമയായിരുന്നു, വളരെ നല്ലൊരു സിനിമ. കണ്ടു കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ്, ഒരു ഹാപ്പിനെസ്, ഒരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഈ പടം. ലുലു സ്ക്രീൻ 5 കാണുന്നത്. അവിടെ 4K ലേസർ പ്രൊജക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഡോൾബി 7.1 സൗണ്ട് ചാനലാണ് അവിടെ. എൻ്റെ ഫേവറേറ്റ് സ്ക്രീനാണ് ലുലുവിലെ സ്ക്രീൻ 6, സ്ക്രീൻ 5. കാരണം ഈ 2 സ്ക്രീനിലേ ഉള്ളൂ 4K ലേസർ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. അല്ലാണ്ട് അടുത്ത് എനിക്കിപ്പോൾ വന്ന് രാവിലെ പോകാൻ പറ്റിയൊരു തിയേറ്റർ സീറ്റ് കിട്ടിയത് എവിടെയാണ്? വനിതയിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ടിക്കറ്റ് കിട്ടാൻ അവിടെ ടൈറ്റ് ആയിരിക്കും. അറിയാലോ അവിടുത്തെ ഡിമാൻഡ് എന്താണെന്ന്. പിന്നെ വനിത ചടങ്ങാണ്, ഫസ്റ്റ് ഡേ കണ്ട് പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ശോകമായിരിക്കും അവിടുത്തെ അവസ്ഥ, അറിയാലോ. അപ്പം അങ്ങനെ നല്ലൊരു തിയേറ്റർ ചെന്നു. രാവിലത്തെ ഷോ 9 മണി, പടം കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ വന്നോളൂ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു, പടം കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ട്, അത് വീഡിയോ എടുത്തു കഴിഞ്ഞാലേ ഓർക്കുള്ളൂ. ബട്ട് ഇപ്പം എന്തൊക്കെ തോന്നി പടം കണ്ടിട്ടുള്ളൊരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു. ഇതാണ് എനിക്ക് ബദൽഹേം കുടുംബ യൂണിറ്റ് എന്നൊരു മൂവി. ഇത്രേ ഉള്ളൂ.